കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കം. സംസ്ഥാനത്തിൻ്റെ വ്യവസായിക മേഖലയ്ക്ക് വൻ കുതിപ്പേകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉച്ചകോടിയിൽ സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ എത്തുന്നു എന്നതാണ് പ്രത്യേകത. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും അടക്കമുള്ളവർ നാളെ മുതൽ 2 ദിവസം കൊച്ചിയിലുണ്ടാകും. വിദേശ പ്രതിനിധികളടക്കം 3000-ഓളം പേരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷവും സഹകരിക്കുന്നതിനാൽ വ്യവസായ കേരളത്തിന് മുതൽക്കൂട്ടാകും ഉച്ചകോടി എന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന സമ്മേളനത്തിലും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി എന്നിവർ നേരിട്ടും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ എത്തുന്നത്. 3 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സമിതികളും പങ്കെടുക്കും. PPP മാതൃകയിൽ ഇതിനോടകം തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. 22 പ്രധാന മേഖലകളെ 5 സുപ്രധാന മേഖലകളാക്കി തിരിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കും. കേരളത്തിലേക്ക് വമ്പൻ നിക്ഷേപം ഉച്ചകോടിയുടെ ഭാഗമായി എത്തുമെന്നാണ് വിവരം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വികസനത്തിന് അദാനി ഗ്രൂപ്പിൻ്റെ വലിയ നിക്ഷേപം തലസ്ഥാനത്തിന് ലഭിക്കും. വിഴിഞ്ഞം തുറമുഖത്തെ മാരിടൈം ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാൻ 25,000 കോടിയുടെ പദ്ധതികളാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിക്കുക. തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളുടെ വികസനത്തിന് 9,600 കോടിയാണ് അദാനി മുടക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തെ സമുദ്ര വ്യോമ മാർഗമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാക്കാനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നതെന്നാണ് വിവരം. 50 വർഷത്തേക്ക് അദാനിക്കാണ് വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ്. ഇവിടെ 1,300 കോടി ചെലവിട്ട് 1.2 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനാവുന്ന പുതിയ ടെർമിനലിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം കൂടി ലക്ഷ്യമിട്ട് വിമാനത്താവളത്തിൽ കാർഗോ ടെർമിനലും തുറക്കും. തുറമുഖ അനുബന്ധ വ്യവസായങ്ങൾക്ക് സർക്കാർ ഭൂമി ലഭ്യമാക്കേണ്ടതുണ്ട്. കരൺ അദാനിയാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇദ്ദേഹത്തെ കൂടാതെ വ്യവസായികളായ MA യൂസഫ് അലി, MD അദീബ് അഹമ്മദ്, അനസൂയ റേ, അനിൽ ഗാഞ്ചു, ഡോക്ടർ ആസാദ് മൂപ്പൻ, ഗോകുലം ഗോപാലൻ, ജീൻ മനെ, TS കല്യാണരാമൻ, ശശികുമാർ ശ്രീധരൻ, ശ്രീപ്രിയ ശ്രീനിവാസൻ, വിനീത് വർമ്മ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. അൽമാരി ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൈൽ ഫക്രു